ദയവ് ചെയ്ത് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഒരു ജീവന്റെ വിലയുള്ള വീഡിയോ ആണ് എന്ന് പറയേണ്ടി വരും. ആദ്യം ഞാനൊരു ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലെ രാവിലെ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ്. ഒരു കൗതുകത്തിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തത്. പക്ഷെ അതിന് നമ്മുടെ ലൈഫ് പോലും കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ള രീതിയിലേക്കൊക്കെ ആയി എന്നുള്ളതാണ്. ആദ്യം ആ വീഡിയോ നിങ്ങൾ ക്ഷമയോടുകൂടി ഒന്ന് കാണണം. എന്നതിന് ശേഷം ഞാൻ അതിന്റെ തെളിവുകളും കുറച്ച് കാര്യങ്ങളും കാണിച്ചു തരാം. ഈ വികസനം എന്ന് പറഞ്ഞത് എന്തായിരിക്കണം എന്നറിയോ? ഈ പാടം കണ്ടില്ല നിങ്ങൾ? ഇതുപോലെ ആയിരിക്കണം. ഏത്? ഇതുപോലെ നല്ല ക്ലിയറിൽ കാണിച്ചു തരാം. അടിപൊളിയല്ലേ? പാടം നികത്തിയിട്ട് BJPയുടെ ഒരു കൊടി വെച്ചിരിക്കുക. ശോഭിക ശിവകുമാറിനെ വിജയിപ്പിക്കുക. അടിപൊളി. യുവത്വം നയിക്കട്ടെ, നാട് ജയിക്കട്ടെ, നമ്മൾ പട്ടിണി പാവങ്ങളാവട്ടെ, വെള്ളപ്പൊക്കം ഉണ്ടാവട്ടെ, വയലുകൾ നികത്തട്ടെ. നല്ല അടിപൊളി സ്ലോഗനാണ് കേട്ടോ. ഇത് ഞാൻ കണ്ടത് യാദൃശികമായിട്ടാണ്. എൻ്റെ വാർഡിലാണ്. അടിപൊളി പാടല്ല, അടിപൊളിയിൽ നികത്തിയിട്ട് അതിന് മുകളിൽ ഇതൊക്കെയാണ് കേട്ടോ ഈ സമൂഹത്തിന് നൽകുന്ന, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ വേണം നാടിനെ വികസിപ്പിക്കാൻ. നികത്തിയ പാടത്ത് കണ്ടത്തിൽ ഇതിനെതിരെ സംസാരിക്കേണ്ട രാഷ്ട്രീയ പാർട്ടിക്കാർ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. അടിപൊളി. ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളെ സമ്മതിച്ചു പോയി കേട്ടോ. എന്താ അവസ്ഥ? ഒരിക്കൽ വെള്ളപ്പൊക്കമായിട്ട് ഇവിടെ എൻ്റെ വീഡിയോ തന്നെ വൈറലായിട്ടുണ്ട്. 10 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇവിടെ വെള്ളപ്പൊക്കമായിട്ട് ഈ പാടത്ത്. അത് ഇത്തരം ആളുകൾ ഇങ്ങനെ വയൽ നികത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഇവരല്ല നികത്തുന്നതെങ്കിൽ പോലും ഇവരിങ്ങനെ ഈ ഒരു സാധനം ഇവിടെ വെക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, അടിപൊളി. ഇത് കണ്ട, കതിരിട്ട് നിൽക്കുന്ന നെൽപ്പാടാണ്. ഇവിടെ ഫുള്ള് കൃഷിയുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ഈ ഒരു ഊളത്തരം കാണിച്ചു വെച്ചിട്ടുള്ളത്. അടിപൊളി. എടപ്പ പഞ്ചായത്ത് 11ാം വാർഡായിരുന്നു, ഇപ്പോൾ 12ാം വാർഡായിട്ടുണ്ട്. ഇത് കണ്ടിട്ട് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവൂല. അവിടെ ഉറക്കത്തിൽ നീച്ചിട്ടാണ് വരുന്ന വഴിക്ക് കണ്ടത്. ചായക്ക് അടി വാങ്ങാൻ വന്ന സമയത്ത് കണ്ടാണ്. കൊള്ളാം. എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഓക്കെ, ഈ ഒരു വീഡിയോ ഇട്ടതോട് കൂടിയിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ, പലയിടത്തു നിന്നും ഭീഷണികൾ. അടിപൊളി. ഇവിടെ BJPയുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ആ ഒരു BJP സ്ഥാനാർത്ഥിയുടെ ഒരു ഫ്ലെക്സ് ഒരു പാടം നികത്തിയ അവസ്ഥയിൽ കിടക്കുന്ന തഹസിൽദാറും അതേപോലെ തന്നെ വില്ലേജ് ഓഫീസറും കളക്ടറുടെ ഓഫീസൊക്കെ ഇടപെട്ട ഒരു വിഷയമാണ്. ആ ഒരു പാടം നികത്തരുത് എന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാടം നികത്തുന്നത് തടഞ്ഞത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭീഷണികൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ അങ്ങനെ അത്രയൊക്കെ തന്നെ ഉള്ളു കാര്യങ്ങൾ. സംസാരിക്കുന്നവന്റെ വായ മൂടിക്കെട്ടാനാണല്ലോ പല ആളുകളും പലപ്പോഴും ശ്രമിക്കുക. അത് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഈ ഒരു ഫ്ലെക്സ് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും ഇത്തരം അനീതികൾക്കെതിരെ ശബ്ദം ഉയർത്തുന്ന ഏതൊരു പൗരനും സംസാരിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, പ്രതികരിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് ഇപ്പൊ BJPയുടെ ഒരുപാട് ആളുകൾ എനിക്ക് കമന്റ് ഇടുന്നത് എന്താണെന്നറിയോ? നീ പാടം നികത്തിയല്ലേ വീട് വെച്ചതെന്നുള്ളത്. 4.5 സെന്റ് സ്ഥലം നികത്തി ഞാൻ വീട് വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഈ ഭൂമി ഉടമ, ഇപ്പൊ നികത്തിയ ഭൂമി ഉടമക്ക് നിലവിൽ അയാൾ ഭയങ്കര പണക്കാരനാ. അയാൾക്ക് നിലവില് അത്യാവശ്യം വാടക ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കി വാടക കൊടുക്കുന്ന സംവിധാനമുണ്ട്. സ്വന്തമായി വീടില്ലാത്തൊരു മനുഷ്യനല്ല, അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഇങ്ങനെ ഒരു അനീതി നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അനീതി എന്ന് ഞാൻ ഉറച്ചു പറയുന്നതെന്നറിയോ? ഞാനൊരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. വെങ്ങിനിക്കരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ എടപ്പാൾ വെള്ളപ്പൊക്കം ഉണ്ടപ്പോൾ അതിന് മാത്രം എങ്ങനെയാണ് ഉണ്ടാവുക എന്നല്ലേ നിങ്ങൾക്ക് തോന്നുക? അത് ഞാൻ കാണിച്ചു തരാം. വീഡിയോന്റെ അകത്ത് തന്നെ ഉണ്ട്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു വെക്കാം. ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ സാമൂഹിക ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയക്കാര്, BJPക്കാർ എന്നോട് പറഞ്ഞു ഞങ്ങളല്ലല്ലോ നികത്തി എന്നുള്ളത്. നിങ്ങൾ നികത്തണ്ട. ആ നികത്തിയതിന്റെ മുകളിൽ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് മാറാത്തത് മാറുമെന്നും വികസനമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുമ്പോ എന്ത് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്? വളരെ വലിയ തെറ്റായ സന്ദേശമാണ്. നമ്മൾ ഈ ഭൂമിയിൽ വളരെ കുറച്ചു കാലം ജീവിക്കുന്നുള്ളൂ. ആ ജീവിക്കുന്ന കാലത്ത് നന്മ ചെയ്യുക എന്നൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇങ്ങനെ ചെയ്തതെങ്കിലും ഞാൻ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും. അത് അത്രേ ഉള്ളൂ. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഈ കൊടി ഇപ്പൊ പിടിക്കുന്നില്ല. ഞാൻ പിടിച്ചിരുന്ന ഒരു കൊടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി തന്നെയാണ് പിടിച്ചിരുന്നത്. അതിപ്പോ ഞാൻ തിരിച്ചവിടെ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് എല്ലാ കാര്യത്തിലും സംസാരിക്കണം. എനിക്ക് ചങ്ങലപ്പൂട്ടിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്യുക. നാളെ കോൺഗ്രസിന്റെ കൊടി പിടിക്കാൻ എനിക്ക് തോന്നിയാൽ, എനിക്ക് അതിലൊരു നേരുണ്ടെന്ന് തോന്നിയാൽ ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. എന്താ സംശയം? അത് അത്രേ ഉള്ളൂ. ഇവിടെ ഈ നികത്തിയ മണ്ണ്, ഇത് പ്രശ്നം നടക്കുന്ന ഭൂമി, പ്രശ്നം നടക്കുകയാണ് അവിടെ. അവിടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് അത് ന്യായീകരിക്കുന്നതോ? ഏകദേശം ഇപ്പൊ ഇന്നലെ രാവിലെ ഏകദേശം ഇപ്പൊ 24 മണിക്കൂറായി ഇത് വരാതെ അവിടുന്ന് മാറ്റിയിട്ട് പോലുമില്ല. അതായത് വെങ്ങിനിക്കരയിലുള്ള മുഴുവൻ ആളുകളോടും പറയുന്നത് തന്നെയാണ്, ഇത് ഞങ്ങൾ മാറ്റില്ല, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളതല്ലേ. ഞാനിനി ക്ലിപ്പ് കാണിച്ച 2024 വെള്ളപ്പൊക്കം നടന്ന സമയത്ത് ഞാൻ എടുത്തൊരു വീഡിയോ ഒന്ന് കാണാം. ഇപ്പൊ നിങ്ങൾ മണ്ണിട്ട് നികത്തിയ സ്ഥലം കണ്ടില്ലേ? ഓർത്തു വെച്ചോ.
യഥാർത്ഥത്തിൽ ഈ ഭാഗത്ത് അങ്ങനെ വെള്ളം നിന്നിരുന്നില്ല. ഒരു 5-6 വർഷം മുമ്പ് ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് അന്ന് പോലും ഈ ഒരു രീതിയിൽ വെള്ളം നിന്നിട്ടില്ല. കാരണം വെള്ളം കൃത്യമായി ഒഴുകിപ്പോയിരുന്നു. പക്ഷെ ഇക്കുറി എന്തുകൊണ്ട് എടപ്പാൾ പഞ്ചായത്തിലെ 11-ാം വാർഡ് വെങ്ങിനിക്കരയിൽ വെള്ളം പൂർണ്ണമായും ഒഴുകി പോവാതെ വീടുകളിലേക്ക് വെള്ളം കയറുകയും. ഓക്കെ, നടന്നു പോകുന്ന ഭാഗത്ത് ഞാൻ റൗണ്ട് ഇട്ട് കാണിച്ച ഭാഗമാണ് ഇന്നലെ ആ മണ്ണിട്ട സ്ഥലത്ത് ഫ്ലക്സ് പൊന്തിയിട്ടുള്ളത്. ഒരു കൊല്ലം കഴിയുമ്പോഴേക്കിനും അവിടെ എന്തായി, പാടനകുന്നില്ലേ? ഞാൻ എന്താണ് വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് എടപ്പാൾ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടത്? ആലപ്പുഴയിൽ വെള്ളം കയറിയത് അല്ലേ ഇപ്പൊ നിങ്ങൾ കണ്ടത്? അത്രമാത്രം വെള്ളം കയറാൻ എന്താണ് ഉണ്ടായത്? എന്താ കാരണം? ഞാൻ നടന്നു വരുന്ന വഴി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കുക. 5 സെന്റിൽ ഒരു പാവപ്പെട്ട ആള് വീട് വെക്കാൻ നികത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം, അയാൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. സാമ്പത്തികം ഒരുപാട് കുമിഞ്ഞുകൂടി കിടക്കുന്ന ആളുകള് ഇത്തരം വയലുകൾ കൂട്ടമായിട്ട് 5 സെന്റ് നികത്താൻ പോലും അവർക്ക് അവകാശമില്ല. അത് മനസ്സിലാക്കുക. പണത്തിന്റെ ആ ഒരു കുത്തിക്കഴപ്പ് കൊണ്ട് അവർ ചെയ്യുന്നത് അത് വളരെ മോശമല്ലേ? സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. വളരെ കുറച്ച് ജീവിതമുള്ളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് മണ്ണിട്ട് നികത്തുന്ന ആളെ മറച്ചു വെക്കുന്നു. ഈ ഒരു ഭൂമി മണ്ണിട്ട് നികത്തിയ സമയത്ത് ഞാൻ അയാളോട് ചോദിച്ചു. ആ സമയത്ത് ആള് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തറിയോ? എടാ, അതിന് ഇവിടെ ഞങ്ങൾ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ എന്താണ് പ്രകൃതിദത്തമായ കാര്യം തന്നെ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ കുറച്ച് കല്ല് കൊണ്ട് വെച്ചിട്ടുള്ളൂ എന്നുള്ളത്. പാടത്ത് കുറച്ച് കല്ല് കൊണ്ടിട്ടു, പിന്നെ കുറച്ച് കഴിഞ്ഞവര് മണ്ണിട്ടു. പ്രകൃതിദത്തമാണ്, പ്രകൃതിയെ ഞങ്ങൾ ചൂഷണം ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. അത്രക്ക് ഭയങ്കര ലോജിക്കലി സംസാരിക്കുന്ന വ്യക്തികളാണെന്നുള്ളതാ. ഇന്ന് ഈ വീട് ചെയ്യുന്ന ഞാൻ നാളെ ജീവിച്ചിരിക്കണം എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. കാരണം ഏതെങ്കിലും രീതിയിൽ ചാവാനോ കൊല്ലപ്പെടാനൊക്കെ സാധ്യതകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തുന്നവന്റെ തലക്കടിക്കാനാണ് ആളുകൾ നിൽക്കുക. ഈ ഒരു വീഡിയോ കാണുമ്പോൾ പോലും ആളുകൾ ചിലപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഇനി ആ ഒരു റൗണ്ട് ഇട്ട പാടം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കിയ നിങ്ങൾ. അതായത് ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്ത് അടിപൊളിയായിട്ടാണ് നികത്തി. കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല നികത്തിയിട്ടുണ്ട്. ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ തിരുത്താം അല്ലെ? ഈ ഒരു ഫ്ലെക്സ് വെച്ച് അവർക്ക് തെറ്റായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ശരിയുണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അതവർക്ക് അങ്ങോട്ട് മാറ്റി വെച്ചാൽ തന്നെ ആ പ്രശ്നം തീർന്നില്ലേ? ഇപ്പൊ ഈ പാടത്തുള്ള ആളുകൾ ഭാവിയിൽ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ണും പൂട്ടി അതിനിപ്പോ എന്താണ്, എന്തിനാടാ നീ അത് മിണ്ടിയെന്ന് ചോദിക്കുന്ന ആളുകൾ തന്നെ നാളെ കരയും. ഉറപ്പാ. കഴിഞ്ഞ തവണ വെള്ളം കയറിയ സമയത്തേ എന്നോട് കുറെ ആളുകൾ വന്നിട്ട് സന്ദീപ് ഒരു വീഡിയോ എടുക്കടാ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട്. എന്തിനു പറഞ്ഞു? ഈ വീട്ടിൽ വെള്ളം കയറിയിട്ട് എന്റെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനൊക്കെ പോയിട്ടും പഞ്ചായത്തിൽ നിന്നല്ല, ഇന്നാരും തിരിഞ്ഞു നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ തന്നെയാണ് വീട്ടിലെ നാശനഷ്ടങ്ങളൊക്കെ പരിഹരിച്ചിട്ടുള്ളത്. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ ഒരുപാട് ആളുകൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പാടം നികത്തുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് അത് ബ്ലോക്ക് ചെയ്യും. അപ്പൊ അത് സന്ദീപ് എടപ്പാളാണ് ചെയ്തതെന്ന രീതിയിൽ അത് വരുത്തി തീർക്കും. അവസാനം ഈ പറയുന്ന ഭൂമാഫിയകൾക്കൊക്കെ നമ്മളോട് ഒരു പ്രത്യേക വാത്സല്യം തോന്നും. അത് അത്രയേ ഉള്ളൂ. പലപ്പോഴും പച്ചക്ക് എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെ കൊണ്ട് കഴിയണം എന്താ വെച്ചാൽ ചെയ്യുന്ന ഞാനും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ശക്തമായിട്ടുള്ളൊരു ആയുധമുണ്ട്, അത് സോഷ്യൽ മീഡിയ തന്നെയാണെന്നുള്ളതാണ്. ചാവുകയാണെങ്കിൽ അന്തസ്സതിനാണ് ചാവും, അത്ര തന്നെ. കാരണം ഇവര് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ ഈ ചെയ്യണത് അല്ലെ? എന്താ പറയാ. ഈ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടോക്കിയ. ഇതൊരു വെറും ഒരു പാടമായിരുന്നു ഈ ഒരു സ്ഥലം. ഇത്തരത്തിൽ പുഴയായി മാറിക്കൊണ്ടിരിക്കുന്നത്. വരമ്പ് കാണാനില്ല, ഒന്നും കാണാനില്ല. നിങ്ങൾ കണ്ടോ? ഏതാ സ്ഥലം അറിയോ? ആ ഫ്ലെക്സ് ഇരുന്ന ആ തൂർക്കപ്പെട്ട കണ്ടമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അതില്ലാതെ തന്നെ അവിടെ വെള്ളപ്പൊക്കം വന്നു. ആ ഒരു തറ കെട്ടി ആ മണ്ണ് ഇടുന്നതിന് മുന്നേ തന്നെ അവിടെ വെള്ളപ്പൊക്കം വന്നു. നാളെ എന്താ അവസ്ഥ? ഒരു 2 അടി വീതിയുള്ള ഒരു തോടുണ്ട്. ആ തോട്ടിലൂടെ വേണം അത്രമാത്രം വെള്ളം പോവാൻ. ഇനി വലിയൊരു മഴ വന്നു കഴിഞ്ഞാൽ ഇനി എന്താ അവസ്ഥ പറയേണ്ടതായിട്ടില്ലല്ലോ. ഓക്കെ, ആളുകൾ പൈസ ഉള്ളവർ എന്താ ചെയ്യട്ടെ, നമുക്കങ്ങനെ വായും മുടി വെട്ടി മാറി നിൽക്കാലോ അല്ലെ? എന്തുവാടെ, ബ്രിട്ടീഷുകാർ ഈ ഇന്ത്യ മഹാരാജ്യം കൈയടക്കി പിടിച്ച സമയത്ത് തമ്മിത്തല്ലിച്ച് അവരിവിടെ രാഷ്ട്രീയം കളിച്ചപ്പോ നമ്മുടെ കഴുത്ത് പിടിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഓരോന്ന് വാങ്ങിയെടുത്തപ്പോ അല്ലെങ്കിൽ ഊറ്റിയെടുത്തപ്പോ നമ്മൾ മിണ്ടാതെ മാറിയിരുന്നെങ്കിൽ എന്താ അവസ്ഥ? ഹേയ്, നമ്മളെ ഒന്നും അവർ ചെയ്യുന്നില്ലല്ലോ, അവരെയല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മാറിയെന്നുണ്ടാവുന്ന അവസ്ഥ. അത് തന്നെയാണ് ഇവിടെയും. പണമുള്ളവൻ എന്ത് ചെയ്യാന്നുള്ളത്. ഞാനിഞ്ഞൊരു ആകാശ ദൃശ്യം കാണിച്ചു തരാവേ, ഒന്ന് കണ്ടോ കേട്ടോ. ഇതാണ് 2015 വെങ്ങിനിക്കര പാടം. ഞാൻ ആ റൗണ്ട് ഇട്ട ഭാഗമാണ് എന്ത് ഇപ്പോ ആ ഒരു ഇത് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള സ്ഥലം, മണ്ണിട്ട് നികത്തിയ സ്ഥലം. ആ ഒരു സ്ഥലം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. പരമാവധി ജില്ലാ കളക്ടർക്കും അതേപോലെ എല്ലാ വകുപ്പിലേക്കും ആളുകൾ ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. കാരണം അവരൊക്കെ ഒന്ന് കാണട്ടെ എടപ്പാൾ പഞ്ചായത്തിലെ ഇപ്പോഴത്തെ 12-ാം വാർഡ് വെങ്ങിനിക്കരയിലെ ഒരവസ്ഥയാണ്. ഇത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഭീഷണി, ഇതിനെക്കുറിച്ച് മിണ്ടിയ ഭീഷണി, പാടം നികത്തുന്ന ആര് വിളിച്ചു പറഞ്ഞാലും സന്ദീപ് എടപ്പാളുടെ തലയിൽ വരിക.
അതിനും ഭീഷണി എന്റെ നെഞ്ചത്തോട്ട് തന്നെ എന്നുള്ളതാണ്. കൊള്ളാം, അടിപൊളിയാണ്, അടിപൊളി. ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോ ആരെങ്കിലും ചെയ്യോടോ? ഞങ്ങളല്ല ആ ഒരു മണ്ണിട്ട് നികത്തിയത് എന്ന് അവർ പറയുന്നുണ്ടല്ലോ, എനിക്ക് കമന്റ് ഇടുന്നുണ്ടല്ലോ. ആരെങ്കിലും ചെയ്യോ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഫ്ലെക്സ് വെക്കോ? മാറാത്തത് മാറും എന്നാണ് അവരുടെ ഫ്ലെക്സിൽ വെച്ചിട്ടുള്ളത്. മാറാത്തത് മാറും എന്നുള്ളത്. ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ ആണ് നടക്കാൻ പോകുന്നത്. പഞ്ചായത്ത് ഇലക്ഷനിൽ വ്യക്തികളെ നോക്കിക്കൊണ്ട് തന്നെയാണ് ആളുകൾ വോട്ട് ചെയ്യുക. അവിടെ BJP എന്നോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നോ ലീഗ് എന്നോ അല്ലെങ്കിൽ UDF എന്നോ ഒന്നുമില്ല. വ്യക്തികൾക്ക് തന്നെയാണ് വോട്ട് കിട്ടുക. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. അതിൽ ചിലപ്പോൾ യുവത്വം നോക്കും, ചിലപ്പോൾ മുൻകാലത്തെ രാഷ്ട്രീയ പരിചയം നോക്കും, അല്ലെങ്കിൽ മുൻകാലത്ത് നിന്ന് ജയിച്ചിരുന്ന ആളാണെങ്കിൽ അവരുടെ വികസന പ്രവർത്തനങ്ങൾ നോക്കും. ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്യുക. ഈ പഞ്ചായത്ത് ഇലക്ഷന് ഒരു തരത്തിലുള്ള രാഷ്ട്രീയം സത്യത്തിലില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങളത് മനസ്സിലാക്കും. ഇപ്പൊ പാടത്തുള്ള ആളുകൾ ചിലപ്പോൾ വിചാരിക്കും, എന്തിനാണ് ആ സന്ദീപ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്, അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളത്. നാളെ വെള്ളം കയറുമ്പോ സന്ദീപേ ഒരു വീഡിയോ എടുത്താട്ടാ, വാടാ ഇതൊന്ന് അറിയിക്കടാ എന്നും പറഞ്ഞു വിളിക്കും. ഈ ചുറ്റുവട്ടത്തുള്ള ഞങ്ങളെ പോലുള്ള ആളുകൾ തന്നെ ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയവും ജാതിയും മതവും ഇതൊന്നും നോക്കാതെ ഓടി വന്നിട്ടല്ലേ ഞങ്ങൾ ചെയ്യാറെല്ലാ കാര്യങ്ങളും. അന്ന് വെള്ളപ്പൊക്കം വന്ന സമയത്തെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ട് ആളുകളെയൊക്കെ ഞങ്ങൾ പലയിടങ്ങളിലേക്ക് മാറ്റി, സ്കൂളുകളിലേക്കൊക്കെ മാറ്റി, വെള്ളത്തെ കോളേജിലൊക്കെ ആളുകളെ മാറ്റി. ആ സമയത്ത് ഓരോ വീടുകളിലും ഈ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടാവും. ഈ ആടിനെയൊക്കെ തോളിലേറ്റിക്കൊണ്ടാണ് ഞങ്ങൾ കരക്കെത്തിച്ചിട്ടുണ്ടായിരുന്നത്. അത് രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല, അങ്ങ് ചെയ്യാണ്. മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്. അപ്പൊ ആരാണ് കാരണക്കാർ ഈ കാര്യങ്ങൾക്ക് എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകൾ, സന്ദീപ് ഇടപ്പാൾ 4 സെന്റ് ഭൂമി നികത്തി വീട് വെച്ചിട്ടുണ്ട്, വീട് വെച്ച കാരണം ഭയങ്കര വെള്ളപ്പൊക്കമായി എന്നാണ് ആളുകൾ പറയുന്നത്. നേരെ തിരിച്ച് ഏക്കർ കണക്കിനോ സെന്റ് കണക്കിനോ നികത്തിയ ആളുകൾ മൊത്തം വലിയ ആൾക്കാർ തന്നെയാണ്, സാമ്പത്തികമുള്ള ആളുകൾ തന്നെയാണ് നികത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറയാനാ. ഞാൻ ഇനി ആ വീഡിയോ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണെന്നുള്ളത് ഒന്ന് കണ്ടോ കേട്ടോ നിങ്ങൾ. അതായത് പാടം നികത്തിയ ഭാഗം, അതിന്റെ മുകളിൽ പോയിട്ടൊരു ഫ്ലെക്സ്. BJP യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. ഓക്കെ ശരി, നിങ്ങൾക്ക് ഒരു ബന്ധമില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു 2 തവണ ആലോചിക്കണ്ടേ? അതും പാടത്തൊരു ഫ്ലെക്സ് വെക്കുമ്പോ. ജനങ്ങളാണ്, ഈ പാടത്തുള്ള ഒരു വ്യക്തിയാണ് ഞാനും പറയുന്നത്. അവിടെ പാവപ്പെട്ട 5 സെന്റ് ഭൂമിയിൽ വീട് വെക്കാൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടോ, അയാളൊക്കെ കൊഞ്ഞലം കുത്തിക്കൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ആ ഒരു ഭാഗം ഞാൻ സൈഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആ മണ്ണിട്ട് നികത്തിയ ഭാഗം തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വെള്ളം കയറിയ ആ ഒരു പരന്ന് കിടക്കുന്ന സ്ഥലം. ഞാനിത് ചെയ്യാൻ വിചാരിച്ചൊരു വ്യക്തി ഒന്നല്ല. ഈ വീഡിയോ ഒന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. രാവിലെ ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞാൻ ചായ പിടിച്ചു വരികയാണ്. ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം കാണുക. പാട നികത്തിയതിന്റെ മുകളിൽ ഒരു ഫ്ലക്സ് വെച്ചിട്ട് മാറാത്തത് മാറുന്നൊക്കെ പറയുമ്പോൾ തെറ്റായ ഒരു സന്ദേശം കൂടിയല്ല ഫ്ലക്സിലൂടെ കൊടുക്കുന്നത് എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാനത് രസകരമായ രീതിയിൽ തന്നെയാണ്, രസകരമാണെങ്കിൽ പോലും അതിലൊരു ചോദ്യചിഹ്നമുണ്ട്. അത് കാണിച്ചു, അത്രയേ ഉള്ളൂ. ഞാനൊരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ചെയ്തതൊരു വലിയ തെറ്റായിട്ട് ഇവിടെ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഞാനെന്ത് പറയാനാടേ? ഒരുപാട് പണമുള്ള ആളുകളാണ് കേട്ടോ ഈ നികത്താനും പിടിക്കാനൊക്കെ നിൽക്കുന്നത്. പൈസ തീരല്ലാത്ത ആളുകളാണ്. ഒരു 5 സെന്റ് ഭൂമിക്ക് വില കുറവാകും പാടത്ത് വാങ്ങിയിട്ട് വീട് വെക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. പണം നല്ല കുമിഞ്ഞുകൂടി അവന് പറമ്പ് വാങ്ങാനുള്ള പൈസ ഉണ്ടാവും, പക്ഷെ അത് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. കാരണം വില കുറഞ്ഞിവിടെ കിട്ടുമ്പോ അത് തന്നെയല്ലേ നമ്മൾ ചെയ്യുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പിണറായി സർക്കാർ ആദ്യമായിട്ട് ഭരണത്തിൽ കയറിയപ്പോ ആദ്യം പറഞ്ഞ പരിപാടി എന്താണെന്നറിയോ? ആദ്യം ചെയ്ത പരിപാടി തരിശായ ഭൂമികൾ തിരിച്ചു പിടിച്ച് വയൽ ശേഖരങ്ങളിൽ കൃഷി ഇറക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൽ ആദ്യത്തെ വിത്ത് പാവിയത് എടപ്പ പഞ്ചായത്തിലെ വെങ്ങിനിക്കരയിലെ 11ാം വാർഡിലെ ഇവിടെയുള്ള യുവാക്കളാ. DYFI പ്രവർത്തകരാണ് കേരളത്തിൽ ആദ്യം നെൽകൃഷി ചെയ്തത്. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത ഒരു സ്ഥലത്ത് അതേ ഭൂമി ഇന്ന് എന്താ അറിയോ? ഇന്നത് വെറും മണ്ണ് കൂമ്പാരം കൂട്ടിയിട്ട് കിടക്കുക എന്നുള്ളതാണ്. അധികൃതർ ഇതൊന്നും നോക്കൂല, കാരണം ഇവരൊന്നും അറിയില്ല. അതിന് മുന്നേ തന്നെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവൂ. ഇനി ആ മണ്ണൊന്നും അവിടുന്ന് ആരും കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല, അത് അവിടെ തന്നെ കിടക്കും. അത് മണ്ണിടിച്ചു കൊടുക്കുന്നതാണല്ലോ, മലയിടിച്ചു കൊടുക്കുന്നതാണല്ലോ, അതിൽ മരങ്ങൾ വരും. അധികം വൈകാതെ എന്താവും? അതൊക്കെ കൃഷിഭൂമിയല്ല, അത് വയൽ ശേഖരമല്ല എന്ന് പറയും. അത് അത്രയേ ഉള്ളൂ. അത് അതിനൊരു മാറ്റം വരാനൊന്നും പോണില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞു, നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നാളെ എനിക്ക് എന്ത് സംഭവിക്കും എന്നൊന്നും എനിക്കറിയില്ല. കാരണം തൊട്ടാ പൊള്ളും എന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ സംസാരിച്ചിരുന്നതാണ്. അത് അത്രയേ ഉള്ളൂ. ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കാം. കാരണം അത്രമാത്രം അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഒരു ഭയവും ഇല്ല കേട്ടോ ഈ കാര്യത്തിൽ.
ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ആ നെഞ്ചും വിരിച്ചുകൊണ്ട് തന്നെ പറയും. എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ഭയപ്പാടുമില്ല. ഇനിയും ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയം പറഞ്ഞു എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് തോന്നണ്ട. അത് ഏത് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അത് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ആ വീഡിയോ എടുത്ത് കാണിക്കും. അത് അത്രേ ഉള്ളൂ. അത് അത്രേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. എന്റെ വീട് നിൽക്കുന്ന ഈ ഒരു സ്ഥലം ചൊല്ലി ഒരു വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഞാൻ ഏക്കർ കണക്കിന് ഭൂമി നികത്തിയത് പോലെയാണ് പറയുന്നത്. ഗവൺമെന്റ് പറയുന്ന ഭൂമി അന്ന് 5 സെന്റ് താഴെയാണ്. ആ 5 സെന്റിന് താഴെ തന്നെയാണ് ഞാൻ നികത്തിയിട്ടുള്ളത്. എന്റെ ഈ വീടിരിക്കുന്ന സ്ഥലം, ഈ ഒരു വീടിരിക്കുന്ന സ്ഥലത്ത് ചീങ്കണ്ണിപ്പാറ എന്ന് പറഞ്ഞ ഒരു പാറയുണ്ട്. കൃഷിക്ക് അനുയോജ്യമല്ല എന്നൊരു കാര്യമാണ്. ഇത്ര താഴും. ഇത്ര താഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ അറിയോ, പാറയാ. എന്റെ വീട്ടിലെ സേഫ്റ്റി ടാങ്കിന് പോലും JCB കൊണ്ട് ആണ് കുഴി വെട്ടിയിട്ടുള്ളത്. എന്നിട്ടും കുഴി വെട്ടാൻ പറ്റിയില്ല. ബാക്കി ഞങ്ങള് ദിവസങ്ങളോളം ഇരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് ഒരു ടോയ്ലറ്റിന് ഒരു കുഴി വെട്ടത്. കിണറിന്റെ അവസ്ഥ ഇതിനേക്കാൾ പരിതാപകരാന്നുള്ളതാ. അതായത് പാറയായിരുന്നു, കൃഷി യോജ്യമല്ലാത്ത സ്ഥലമാണ് ഞങ്ങള് വീട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതും കൂടി പറയണല്ലോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞു എന്നൊരു സാധനം നാളെ വരരുതല്ലോ. അതുകൊണ്ട് പറയാണ്. പക്ഷെ അവര് ഇപ്പൊ നികത്തിയിട്ടുള്ള ആ ഒരു സ്ഥലമൊക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്, കൃഷിയുള്ള ഭൂമിയാണ്. തൊട്ടടുത്തുള്ള കണ്ടങ്ങളിൽ, പാടങ്ങളിൽ, വയലുകളിലൊക്കെ പാട്ടത്തിന് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ആരൊക്കെയോ വന്ന് പാട്ടത്തിന് കൃഷി ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലവും ഭാവിയിൽ നികത്തി ഇല്ലാണ്ടാവുന്ന കാര്യം നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തെങ്കിലും ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് കൈയും കെട്ടി നോക്കിയിരുന്ന എന്താ അവസ്ഥ? അതന്നെ ഇവിടെ. നമുക്കിപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടൊന്നുമില്ല. പൈസ ഉള്ളവന്റെ കയ്യിലാണെന്നും നിയമങ്ങളും എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ മണ്ണിട്ട് നികത്തിയ സമയത്ത് ഞാൻ ആരെയും വിളിച്ചു പറഞ്ഞിട്ടില്ല. പക്ഷെ ആരോ വിളിച്ചു പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അത് ബ്ലോക്കായി, സ്റ്റോപ്പായി. ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പകരം ഞാനാണത് ചെയ്ത് എന്നുള്ള രീതിയിലുള്ള പ്രചരണവും നടക്കുന്നുണ്ട്. ഓക്കെ, നന്മ ചെയ്തു എന്ന് തന്നെയാണല്ലോ എല്ലാവരും പറയുന്നത്. ഒരു സാമ്പത്തിക ശേഷിയുള്ള ആള് വീണ്ടും സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എതിർത്തു എന്നൊരു കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ, സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ വോട്ട് ചെയ്യുന്നത് നമ്മൾ വ്യക്തികൾക്കാണ്, അതെല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് ഇലക്ഷന് രാഷ്ട്രീയത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല. എന്നാൽ പോലും നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ചിന്തിക്കുക. രാജ്യത്തിനും കൂടി ഗുണമുള്ള ആളുകളെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ BJPക്കോ കോൺഗ്രസിനോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ആർക്കും വേണമെങ്കിലും വോട്ട് ചെയ്തോ. പക്ഷെ ചിന്തിക്കേണ്ടത് ജനങ്ങൾക്കും ഈ രാജ്യത്തിനും ഗുണമുണ്ടോ അവരെ കൊണ്ട് എന്ന് 2 തവണ ഇരുത്തി അങ്ങ് ചിന്തിക്കുക. വേറൊന്നും എനിക്ക് പറയാനില്ല. വീണ്ടും ഒരു പുതിയ വാർത്താവിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ് സൈനിങ് ഓഫ്.